അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, മെയ് മാസം 6-ാം തീയതി UAE സായുധ സേന ഏകീകരണത്തിൻ്റെ വാർഷിക ദിനമാണ്. ഈ സാഹചര്യത്തിൽ രാജ്യത്തിന് കാവലൊരുക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്, നാടിനെ സംരക്ഷിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ് UAE ജുമാ ഖുതുബ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു സ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആയത്തിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമിക്കുകയും ഉജ്ജ്വലമായ സഹനം കൈക്കൊള്ളുകയും അധർമ്മത്തിനെതിരെ പ്രതിരോധ സജ്ജരാവുകയും ചെയ്യുക. നിങ്ങൾ ഭയഭക്തിയോടെ ജീവിക്കുക, എങ്കിൽ നിങ്ങൾ വിജയികളായേക്കാം. സത്യവിശ്വാസികളെ, പിറന്ന നാടെന്നാൽ നന്മകളുടെ ഈറ്റില്ലമാണ്, സുഹൃതങ്ങളുടെ ഉറവയാണ്, സർവ സമർപ്പണത്തിൻ്റെയും രക്തബന്ധങ്ങളുടെയും കുടുംബബന്ധങ്ങളുടെയും സംഗമത്തിൻ്റെ കേന്ദ്രവുമാണ്. കൂട്ടുകാരും സുഹൃത്തുക്കളും ഒത്തുചേരുന്നതവിടെയാണ്. നാം കർമ്മനിരതരാവുന്നതും നമ്മുടെ വികാരങ്ങൾ തളരിതമാവുന്നതും ആ മണ്ണിലാണ്. നമ്മുടെ രാജ്യം നമ്മുടെ പ്രപിതാക്കൾ നമ്മെ ഏൽപ്പിച്ച പാരമ്പര്യമാണ്. നമ്മുടെ ചുമലിലെ അമാനത്താണ്, ഉത്തരവാദിത്തമാണ്. രാജ്യത്തോടുള്ള സ്നേഹം മനുഷ്യൻ്റെ പ്രകൃതമാണ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ മക്കയോടുണ്ടായിരുന്ന അദമ്യമായ സ്നേഹവും താൽപ്പര്യവും പ്രകടിപ്പിച്ചുകൊണ്ട് വിശുദ്ധ മക്കയോട് വിട പറയവേ കരളലിയിക്കുന്ന നോട്ടങ്ങളാൽ, കണ്ണിനെ ഈറനണിയിക്കുന്ന വാക്കുകളാൽ പ്രവാചകരിങ്ങനെ പറഞ്ഞു: മാ അത്യബകി മിൻ ബലദ് വ അഹബ്ബകി ഇലൈ വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറക്. എത്ര സുഹൃത സമ്പൂർണമായ മണ്ണാണു നീ! നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ സമൂഹം എന്നെ ഇവിടെ നിന്നു പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ മറ്റൊരു മണ്ണിൽ താമസിക്കുമായിരുന്നില്ല. വിശുദ്ധ റസൂൽ ശരീരം കൊണ്ട് മക്കയോട് വിട പറഞ്ഞുവെങ്കിലും പ്രവാചകരുടെ ഹൃദയം ആ മണ്ണുമായി ഒട്ടിനിന്നു. ജീവിക്കുന്ന നാടിനോടുള്ള ഇഷ്ടവും ഹൃദയബന്ധവും നാടിൻ്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും സർവൈശ്വര്യങ്ങൾക്കും അടിസ്ഥാനമാണ് എന്നതുകൊണ്ടുതന്നെ വിശുദ്ധ മദീനയിലെത്തിയ ഉടനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് മദീനയോടുള്ള ഇഷ്ടം തൻ്റെ ഹൃദയത്തിലും തൻ്റെ അനുചരന്മാരുടെ ഹൃദയങ്ങളിലും നിറച്ചു നൽകാൻ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ പ്രവാചകരുടെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത കമാ ഹബ്ബബ്ത ഇലൈനാ മക്കത ഔ അശദ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മക്ക പ്രിയങ്കരമാക്കിയതുപോലെ മദീനയും പ്രിയങ്കരമാക്കണമേ. ഒരു പക്ഷേ മക്കയോടുള്ളതിൽ കൂടുതൽ സ്നേഹം ഞങ്ങൾ ജീവിക്കുന്ന മദീനയോട് നൽകണമേ. സത്യവിശ്വാസികളെ, അതാണ് പിറന്ന മണ്ണ്. വാക്കുകൾക്കതീതമാണ് ആ മണ്ണിനോടുള്ള നമ്മുടെ ഇഷ്ടവും കടപ്പാടും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥനകളിലൂടെ രാജ്യത്തോടുള്ള സ്നേഹം നാം പ്രഖ്യാപിക്കുകയാണ്. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. രക്ഷിതാവേ, ഈ നാടിനെ നീ സുരക്ഷിത സ്ഥലമാക്കണമേ. രാജ്യത്തോടുള്ള സ്നേഹം രാജ്യത്തിനു വേണ്ടിയുള്ള നേട്ടങ്ങളാക്കി നാം പരിവർത്തിപ്പിക്കുകയാണ്. കാരണം രാജ്യം നമ്മുടെ മുതുകിലെ അമാനത്താണ്. ജീവിക്കുന്ന കാലത്തോളം നമ്മളത് കാത്തു സൂക്ഷിക്കും. അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സത്യവിശ്വാസികളുടെ വിശേഷണങ്ങളിൽ: വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. സത്യവിശ്വാസികൾ അവരുടെ ഉത്തരവാദിത്തങ്ങളും കരാറുകളും പാലിക്കുന്നവരാണ്, പരിഗണിക്കുന്നവരാണ്. രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം നാം നിർവഹിക്കണം. കടപ്പാടുകൾ പൂർണ്ണമായി
വീട്ടിയിരിക്കണം. രാജ്യത്തോട് നമുക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട്. അവയിൽ പരമപ്രധാനമായത് രാജ്യത്തിൻ്റെ മതവും ഭാഷയും സംരക്ഷിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യുക എന്നതാണ്. രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ അഭിമാനം കൊള്ളുകയും രാഷ്ട്രത്തിലെ സ്ഥാപന സംവിധാനങ്ങളെ ബഹുമാനിക്കുകയും നിയമങ്ങളെ പാലിക്കുകയും ചെയ്യുക എന്നതാണ്. രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഉന്നതിക്കും വേണ്ടി നമ്മളാലാവുന്നത് ചെയ്തു തീർക്കുകയാണ്. കാരണം രാജ്യമെന്നാൽ നമ്മുടെ സേവനത്താൽ സമർപ്പണത്താൽ വളർന്നു വലുതാവുന്ന സുന്ദര വൃക്ഷമാണ്. രാജ്യത്തോട് സത്യസന്ധമായ പ്രതിബദ്ധതയുണ്ടാവുക എന്നത് രാജ്യത്തോടുള്ള നമ്മുടെ മറ്റൊരു ബാധ്യതയാണ്. അപ്പോഴാണ് രാജ്യത്തിന് കരുത്തും ശക്തിയും അഭിമാനവും പുരോഗതിയും ഉണ്ടാവുന്നത്. നമ്മുടെ സ്വന്തം മണ്ണിന് കാവലൊരുക്കേണ്ടത് നമ്മളാണ്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. രാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും പ്രകടമാക്കുന്ന, രാജ്യത്തെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന അപവാദങ്ങൾക്കും തെറ്റായ വാർത്തകൾക്കുമുള്ള മറുപടികളായി നമ്മുടെ വാക്കുകൾ രാജ്യത്തിനു കാവലാവണം. സ്വന്തം രാജ്യത്തിനു വേണ്ടി നമുക്ക് വിലപ്പെട്ടതെന്തും സമർപ്പിച്ചും നാടിൻ്റെ സ്വത്തും സമ്പാദ്യവും സംരക്ഷിച്ചും രാഷ്ട്രപ്രതിരോധ പ്രക്രിയയിൽ നമ്മളുണ്ടാവണം. ഏറെ അഭിമാനകരമായ കർമ്മമാണത് എന്നതുപോലെ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയുമാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്: പ്രവാചകർ അങ്ങേയറ്റം ശുദ്ധ സ്വഭാവക്കാരനായിരുന്നു, പരമ ധൈര്യശാലിയുമായിരുന്നു. മദീന നിവാസികൾ ഒരു രാവിൽ ഭയാനകമായ ഒരു ശബ്ദം കേൾക്കാനിടയായി. ഉടനെ ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് ശബ്ദം കേട്ട ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. എന്നാൽ സ്വഹാബികൾ അവിടെ എത്തുന്നതിനു മുമ്പ് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശബ്ദം കേട്ട ഭാഗത്തു ചെന്ന് ആപത്കരമായതൊന്നുമില്ല എന്നുറപ്പുവരുത്തി തിരിച്ചു വരുന്നതാണ് സ്വഹാബികൾ കണ്ടത്. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചകർ പറയുന്നുണ്ടായിരുന്നു, ലം തുറാഉ, പേടിക്കാനൊന്നുമില്ല എന്ന്. ഈ ചരിത്ര സംഭവത്തിലൂടെ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കും വരാനിരിക്കുന്ന തലമുറകൾക്കും രാഷ്ട്രത്തിനു വേണ്ടിയുള്ള സമർപ്പണത്തിൻ്റെ സുന്ദരമായ ഉദാഹരണവും ഏറ്റവും ബലവത്തായ പാഠവും പഠിപ്പിക്കുകയാണ്. ഈ പ്രവാചക പാരമ്പര്യമാണ് നമ്മുടെ ഉപ്പമാരും വല്യുപ്പമാരും പിന്തുടർന്നത്. ഒന്നുമില്ലാതിരുന്ന കാലത്ത് അവർ നാടിന് കാവലും പരിചയും തീർത്തു. ഇന്ന് നമുക്കെല്ലാം തികഞ്ഞ രാജ്യമുണ്ട്. എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളാലാവും വിധം രാജ്യത്തിന് കാവൽ തീർക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കാരണം നമ്മളാണ് നാടിൻ്റെ വർത്തമാനവും ഭാവിയും. നമ്മളാണ് നാടിൻ്റെ കരുത്തും കോട്ടയും. നമ്മളാണ് നാടിൻ്റെ പരിചയും പ്രതിരോധവും. നമ്മൾ ഓരോരുത്തരുടെയും സംഘബോധവും കെട്ടുറപ്പും രാജ്യത്തോടുള്ള യഥാർത്ഥ പ്രതിബദ്ധതയും രാഷ്ട്ര നേതൃത്വത്തോടുള്ള കടപ്പാടും വിധേയത്വവും രാജ്യത്തിനെതിരെയുള്ള ശക്തികളെ പ്രതിരോധിക്കും. നമ്മുടെ രാജ്യത്ത് സുസ്ഥിരതയും സമാധാനപൂർണമായ ജീവിത സാഹചര്യവും സാധ്യമാക്കും. നമ്മുടെ ദീനിനും മണ്ണിനും അത് കാവലാകും. നമ്മുടെ അഭിമാനത്തിനും മക്കൾക്കും അത് സുരക്ഷയാവും. അതുകൊണ്ട് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക, രാജ്യത്തോട് കടപ്പാടുള്ളവരാവുക, രാഷ്ട്ര നേതൃത്വത്തോട് വിധേയത്വമുണ്ടാവുക. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ ദൂതരെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക. സത്യവിശ്വാസികളെ, എല്ലാ വർഷവും മെയ് 6 രാജ്യത്തിന് നമ്മൾ ഒന്നിച്ച് കവചം തീർക്കുക എന്ന സന്ദേശം നാം ഓർക്കാറുണ്ട്. കാരണം നമ്മുടെ സായുധ സേനകളുടെ ഏകീകരണത്തിൻ്റെ സ്മരണയാണത്. അന്നു നാം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളെ ഓർക്കുകയും നമുക്ക് നന്മ ചെയ്തവരെ പ്രാർത്ഥനാപൂർവം സ്മരിക്കുകയുമാണ്. രാജ്യത്തിന് പ്രതിരോധം തീർക്കുന്നതിൻ്റെയും സംരക്ഷണമൊരുക്കുന്നതിൻ്റെയും രാജ്യത്ത് സുസ്ഥിരത ശക്തിപ്പെടുത്തുന്നതിൻ്റെയും സന്ദേശമാണ് ആ ദിനം നമ്മൾക്ക് പകരുന്നത്. അതുകൊണ്ട് രാജ്യത്തിന് മുൻകാലങ്ങളിൽ കാവലൊരുക്കിയവരെ നാം പ്രാർത്ഥനാപൂർവം ഓർക്കുകയാണ്. അത്തരം ആളുകൾക്കും
ഇന്നും രാജ്യത്തിന് പ്രതിരോധം തീർക്കുന്നവർക്കും വിശുദ്ധ പ്രവാചകരുടെ സന്തോഷ വാർത്ത ഇങ്ങനെയാണ്: ഐനാനി ലാ തമസ്സുഹുമന്നാർ ഐനുൻ ബക്കത് മിൻ ഖശ്യത്തില്ലാഹ് വഐനുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്. രണ്ടു കണ്ണുകളെ നരകം സ്പർശിക്കുകയേ ഇല്ല. ഒന്ന് അള്ളാഹുവിനെയോർത്ത് കരയുന്ന കണ്ണാണെങ്കിൽ രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവലിരിക്കുന്ന കണ്ണുകളാണ്. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാജ്യത്തിന് കാവലിരിക്കുന്ന അത്തരം ആളുകൾക്ക് നൽകിയിരിക്കുന്ന അതിമഹത്തരമായ മറ്റൊരു വാഗ്ദാനം ഇങ്ങനെയാണ്: അലാ ഉനബ്ബിഉകും ബിലൈലത്തിൻ അഫ്ളല മിൻ ലൈലത്തിൽ ഖദർ. വിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്തരമായ ഒരു രാവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഹാരിസുൻ ഹറസ ഫീ അർളി ഖൗഫിൻ ലഅല്ലഹു ലാ യർജിഉ ഇലാ അഹ്ലിഹി. ഒരാൾ സ്വന്തം നാടിന് കാവലിരിക്കുന്ന ഭയം നിറഞ്ഞ രാവാണത്. താൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമോ എന്നുപോലും അവന് നിശ്ചയമുണ്ടാവില്ല. സത്യവിശ്വാസികളെ, രാജ്യത്തിനു സംരക്ഷണമൊരുക്കുന്നത് അതിമഹത്തരമാണ്, അത്യന്തം പുണ്യകരമായ കർമ്മമാണ്. സമൂഹം അവർക്ക് വലിയ വില കൽപ്പിക്കുകയും അള്ളാഹു സ്വർഗം നൽകി അവരെ ആദരിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.